ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആയാലോ? ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. ബസ്സിൽ നിന്ന് നേരെ മെട്രോയിലേക്ക് കയറി. ഈ മഴയത്ത് ഇത് എങ്ങോട്ടാണെന്നായിരിക്കൂലേ? ഇതോ ഇങ്ങോട്ട് തന്നെ. മെട്രോയിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ ഒരു ബുക്ക് സ്റ്റാൾ കണ്ടു. നല്ല നല്ല കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ വായിക്കണൊക്കെ ഒരു പ്രഹസനമാട്ടോ, വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ഞാൻ ബുക്കൊന്നും വാങ്ങിയില്ല, ബട്ട് ഇവള് 2 വാങ്ങി. ഞാൻ അതൊക്കെ വാങ്ങിക്കൊണ്ട് നേരെ ലുലുവിനകത്തോട്ട് പോയി. പിന്നെ മാളി കയറി ഇങ്ങനെ നിന്നില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. ആദ്യം തന്നെ എന്തെങ്കിലും കഴിക്കാന്ന് ഓർത്തെ. അപ്പോഴാണ് ഈ കട കണ്ടേ. എന്നാ പിന്നെ അതിനകത്ത് കയറി എന്തൊക്കെയുണ്ടെന്ന് നോക്കും. നല്ല കുറേ ക്യൂട്ടായുള്ള സാധനങ്ങൾ കണ്ടു. എനിക്ക് എല്ലാം എടുത്തോണ്ട് ഓടണമെന്നുണ്ടായിരുന്നു. പക്ഷെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ എല്ലാം ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാന്ന് ഓർത്ത് എല്ലാ സാധനവും പോയി പെറുക്കി എടുത്ത് ഞാൻ വീഡിയോ എടുത്തു. അപ്പോഴേക്ക് നല്ല വിശപ്പായി. അപ്പൊ പിന്നെ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തു. എനിക്ക് ഞാൻ ഒരുപാട് എരിവ് കൂട്ടാറില്ല, സോ ഞാൻ നോർമലാണ് ഓർഡർ ആക്കിയത്. പെരി പെരി ഓർഡർ ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെ ഷേക്ക് ചെയ്തോണ്ടിരിക്കണത്. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി, നല്ല എരിവാണ്. എനിക്ക് ഐസ് കഴിക്കണ ഇഷ്ടമാണ്, സോ അതും അങ്ങ് കഴിച്ചു. പണ്ടിലുള്ളിൽ വരണ തന്നെ ഇതിൻ്റെ അകത്ത് കയറാനായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നോക്കുമ്പോൾ നിറച്ചും പിള്ളേർ, എല്ലാ റൈഡ്സിൻ്റെ അകത്ത് പിള്ളേരുണ്ട്. അവരുടെ വാശിയോടുള്ള കഥ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ചിലതിലൊക്കെ ഏജ് ലിമിറ്റും ഹൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങളിപ്പോഴും കുഞ്ഞു കുട്ടികളല്ലേ, ഏത് റൈഡ് കയറും എന്നുള്ള ചിന്തയിലായിരുന്നു. ആദ്യം തന്നെ ബാസ്കറ്റ് ബോൾ അങ്ങ് തുടങ്ങി. കിട്ടിയില്ല ഗൈസ്, ചമ്മിപ്പോയി. കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചിലതില് ഞാൻ പറഞ്ഞ പോലെ ഹൈറ്റ് ലിമിറ്റ്സ് ആയതുകൊണ്ട് കയറാൻ പറ്റാത്തതുണ്ട്. 415 പോയിന്റ്സ് ആണ് കിട്ടിയത്. നമ്മൾ 500 തോക്കായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളിപ്പോൾ മിക്കവാറും ഇതിൽ വല്ല ഒതുങ്ങേണ്ടി വരും ഗൈസ്. ഞങ്ങൾ 200ന്റെ 2 ടോയ്സ് ആണ് വാങ്ങിച്ചത്. ഞങ്ങളൊന്ന് ടെസ്റ്റ് റൈഡും അവിടെ തന്നെ വെച്ച് ചെയ്ത് നോക്കി. 1200 രൂപ കൊടുത്ത് നമ്മൾ 2 മുതലേനെ വാങ്ങിച്ചിരിക്കുന്നത്. മാളിൽ കയറിയ ഐസ്ക്രീം വാങ്ങാണ്ട് ഇറങ്ങണ ശരിയല്ലല്ലോ. ഞാനും അവള് 2 ഓറിയോയും അവനൊരു നോർമലും ആ വാങ്ങിച്ചത്. അതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി. പ്രത്യേകിച്ചൊന്നും വാങ്ങാനല്ല, ബട്ട് എല്ലാം നോക്കി നിന്നു. ബട്ട് ഇതാണ് എന്നെ ഷോക്കാക്കിയത്. 848 രൂപ ആ ഒരു ചീറ്റോസിനെ. പിന്നെ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുമ്പം എല്ലാ പിള്ളേരും ആകർഷിക്കുന്ന പോലെ ഞാനും ആകർഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.